നമുക്ക് ഇനി തച്ചൻ്റെ താരാട്ട്, അയ്യോ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാൻ ഇന്നലെയും കൂടെ ആ പാട്ട് കേട്ടിട്ട് കണ്ണ് നിറഞ്ഞതേ ഉള്ളൂ. വല്ലാത്തൊരു ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ഒരു പെയിൻ ഉണ്ട്, ലവ് ഉണ്ട്, സഫറിങ് ഉണ്ട്. അത് അതെ, ഞാനിങ്ങനെ അത് ചിന്തിച്ചാണ് ഈ ഉണ്ണി യേശു ജോസഫ്. അപ്പം ഈ ജോസഫ് ഈ മോനെ താരാട്ട് പാടുന്നു. താരാട്ട് പാടുന്നു പറഞ്ഞാൽ സാധാരണ ജോസഫ് ഒരു പ്രധാന കഥാപാത്രമല്ല. ബൈബിൾ വരുമ്പം അധികമൊന്നും ജോസഫിനെ വെച്ച് കാണുന്നില്ല. പക്ഷെ ഞാനിങ്ങനെ ധ്യാനാത്മകമായി ചിന്തിച്ചപ്പോഴേ ഞാനിങ്ങനെ ഓർത്തു, ഒരപ്പനല്ലേ കുഞ്ഞുനാൾ മുതലേ വളർത്തുമ്പോൾ ആ അപ്പൻ ഈ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി നമ്മൾ അത് കാണുന്നില്ലെങ്കിലും അദ്ദേഹം ഒരു മൗനിയാണ്, ഒരു ജ്ഞാനിയാണ്. അപ്പം ഞാനിങ്ങനെ കാണുകയാണ്, ഈ കുഞ്ഞിനെ താരാട്ട് പാടുമ്പോൾ തന്നെ ജോസഫ് കാണുകയാണ്, ഫ്യൂച്ചർ കാണുകയാണ്. ഇവൻ വളരും, അവസാനം ഇവനൊരു കാൽവരിയുണ്ട്, ഇവൻ ക്രൂശീകരിക്കപ്പെടും, ഇവന് ക്രൂശിലേറ്റപ്പെടും. ആ ഒരു പൈതലിനെയാണല്ലോ എനിക്ക് കിട്ടിയത് എന്ന് ജോസഫ് ഗദ്ഗത്തോടൊക്കെ ഈ തങ്കക്കുടത്തിനെയാണല്ലോ ഞാനിനി ബലി കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരപ്പൻ്റെ സംഘർഷവും പറഞ്ഞ പോലെ പെയിൻ, ഇതൊക്കെ കൂട്ടിക്കലർന്ന ഒരു താരാട്ട്.